Sheila, please come. Yes, sir. Sir. ഇരിക്കൂ. ഇൻകം ടാക്സിന്റെ ഫയലുകളെല്ലാം ഇന്നലെ സബ്മിറ്റ് ചെയ്യേണ്ടത്. അതെല്ലാം ഇന്നലെ സബ്മിറ്റ് ചെയ്തല്ലോ. ഞാനത് മറന്നു. ഷീല പൊയ്ക്കോളൂ. ഷീല. എന്താ സർ? വൈകുന്നേരം ഷീല വീട് വരെ ഒന്ന് വരണം. വരുമോ? വരും സർ. ഷീല വന്നോ? ഇരിക്കേ. ശ്രീമോൾ എവിടെ? മോളും മത്തായും കൂടെ പുറത്തു പോയിരിക്കാണ്. ഞാനവരെ പറഞ്ഞയച്ച വൈകുന്നേരം വീട്ടിൽ വരാൻ ഞാൻ പറഞ്ഞത് എന്റെ വ്യക്തിപരമായ ചില കാര്യങ്ങൾ സംസാരിക്കാനാണ്. എന്റെ ശ്രീമോളുടെ മമ്മി എനിക്കെല്ലാമായിരുന്നു. പക്ഷെ അവളോടൊത്ത് കൂടുതൽ കാലം എനിക്ക് ജീവിക്കാൻ കഴിഞ്ഞില്ല. 1 വർഷവും 4 മാസവും മാത്രമേ അവൾ എന്നോടൊപ്പം ഉണ്ടായിരുന്നുള്ളൂ. പ്രസവത്തോടുകൂടി അവൾ മരിച്ചു. എന്റെ ശ്രീമോളെ എന്നെ ഏൽപ്പിച്ചുകൊണ്ടാണ് അവൾ കടന്നുപോയത്. ഇറ്റ്സ് മൈ ഫേറ്റ്. ഈ ഭൂമിയിലേക്ക് ജനിച്ചു വീഴുന്ന ഏതൊരു കുഞ്ഞും കരഞ്ഞുകൊണ്ട് ആദ്യം വിളിക്കുന്നത് അമ്മ എന്നാണ്. പക്ഷേ എന്റെ ശ്രീമോളുടെ ആ വിളി കേൾക്കുവാൻ അമ്പളിക്ക് കഴിഞ്ഞില്ല. അന്നു മുതൽ എന്റെ മോള് കൊതിക്കുകയാണ് അമ്മ എന്നൊന്ന് വിളിക്കാൻ. ഒരമ്മയുടെ സ്നേഹവും വാത്സല്യവും എന്റെ മകൾ അനുഭവിച്ചിട്ടില്ല. പക്ഷെ ഷീലെ, നീയാണ് അവൾക്ക് ഇന്നെല്ലാം. നിന്നെപ്പറ്റി പറയാത്തൊരു നിമിഷം പോലും അവൾക്കില്ല. കല്യാണപ്പന്തലും മണിയറയും എനിക്ക് പുതിയതല്ല. അങ്ങനെയുള്ള ഒരാൾ ആ സങ്കല്പങ്ങൾ സ്വപ്നം കണ്ട് കഴിയുന്ന പെൺകുട്ടിയോട് എന്റെ മകളുടെ അമ്മയായി വരാമോ എന്ന് ചോദിക്കുന്നത് തെറ്റാണെന്ന് എനിക്കറിയാം. എന്നാലും ഞാനൊന്ന് ചോദിക്കട്ടെ, എന്റെ മകളുടെ അമ്മയായി ഈ വീട്ടിലേക്ക് വരാൻ ഷീലയ്ക്ക് സമ്മതമാണോ? പറയൂ. ശ്രീമോളെ പോലെയുള്ള ഒരു കുഞ്ഞിന്റെ അമ്മയാവുക ഏറ്റവും വലിയ ഭാഗ്യമാണ്. പക്ഷേ എന്നോട് ക്ഷമിക്കണം സർ. ഐ എം എൻഗേജ്ഡ്. എന്റെ വിവാഹം തീരുമാനിച്ചിരിക്കുകയാണ്. ആന്റി എന്താ ഞാൻ വിളിച്ചിട്ട് നിൽക്കാതെ പോയത്?